2025 ഓഗസ്റ്റ് 21 നവാസ് അന്തരിച്ചത്. വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. എല്ലാവരും ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. ഹൃദയാഘാതം തുടർന്നായിരുന്നു നവാസിൻ്റെ മരണം. ഷൂട്ടിങ്ങിനിടയിലായിരുന്നു നവാസ് കുഴഞ്ഞു വീഴുന്നത്. എല്ലാവരും തന്നെ വളരെ ഞെട്ടലോടെയാണ് ആ മരണ വാർത്ത കേട്ടിരുന്നത്. ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് നവാസ് അവസാനമായി അഭിനയിച്ച സിനിമ കാണാനായി രഹന എത്തിയിരിക്കുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണിലും ക്ഷീണിച്ച മുഖവുമൊക്കെയായാണ് രഹന എത്തിയിരിക്കുന്നത്. നവാസിൻ്റെ മരണശേഷം രഹനയെ ആരും തന്നെ സോഷ്യൽ മീഡിയയിലോ എങ്ങും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ രഹന വീടിന് പുറത്ത് വന്നിരിക്കുകയാണ് നവാസിൻ്റെ സിനിമ അവസാനമായി കാണാൻ. മീഡിയ എത്തി നവാസ് അവസാനമായി അഭിനയിച്ച ചിത്രത്തിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ രഹന പറഞ്ഞ മറുപടി സംസാരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാൻ വയ്യ, ചോദിക്കല്ലേ എന്നായിരുന്നു. ഒന്നും പറയാൻ വയ്യ എന്ന് പറയുകയായിരുന്നു. തുടർന്ന് മകനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. വളരെയധികം സൗഹൃദപരവും സുഹൃത്തുക്കളെപ്പോലെയും ഇണക്കുരുവികളെപ്പോലെയും കഴിഞ്ഞിരുന്ന ദാമ്പത്യ ബന്ധമായിരുന്നു ഇരുവരുടെയും. ഇപ്പോഴും രഹനയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് ആ ഒരു മരണ വാർത്ത. വളരെയധികം സുന്ദരിയും വളരെ ചിരിച്ച മുഖത്തോടെയാണ് രഹനയെ എല്ലാവരും ഇതുവരെ കണ്ടിട്ടുള്ളത്. നവാസ് വളരെയധികം സ്നേഹത്തിൽ തന്നെയായിരുന്നു ഇരുവരും കഴിഞ്ഞിരുന്നത്. നവാസിൻ്റെ രഹനയുടെ പിതാവ് തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, ചെറിയൊരു വഴക്ക് പോലും ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇതാ നവാസിൻ്റെ മരണശേഷം എല്ലാവരും തന്നെ വളരെയധികം ദുഃഖകരമായി മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് നവാസ് അവസാനമായി അഭിനയിച്ച ചിത്രം തിയേറ്ററിൽ എത്തിയത്. തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രഹന ഇപ്പോൾ അതിന് ഉത്തരം നൽകിയിരിക്കുന്നത്. ഒന്നും പറയാൻ വയ്യ, ഒന്നും ചോദിക്കില്ലേ എന്നായിരുന്നു പറഞ്ഞത്. മകനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. തുടർന്ന് മക്കൾക്കും ഒന്നും പറയാനില്ല, ചോദിക്കുമ്പോൾ മൗനത്തോടെയാണ് മറുപടി നൽകിയത്. വളരെയധികം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായൊരു കാഴ്ച തന്നെയാണിത്. അവസാനമായി അഭിനയിച്ച ചിത്രം കാണാനായി എത്തിയപ്പോൾ വളരെയധികം ദുഃഖകരമായി തന്നെയാണ് രഹനയും മക്കളും എല്ലാം തന്നെ, അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ കാണുന്ന ജനങ്ങൾക്കും വളരെയധികം ദുഃഖം തന്നെയാണ്. പെട്ടെന്നുണ്ടായ ഒരു മരണം തന്നെയായിരുന്നു. തന്നെ മക്കളുടെ വിവാഹവും മക്കളുടെ പഠനമൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം വളരെയധികം ആഗ്രഹിച്ച് കാര്യങ്ങളൊന്നും തന്നെ നവാസ് കാണാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖവും മറ്റൊരു ദുഃഖവും ഉണ്ട്. ഇപ്പോൾ ഇതാ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്ന രഹന പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ്, വിങ്ങി പൊട്ടിക്കൊണ്ടാണ് രഹന ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണത്.